നമസ്കാരം. എല്ലാ കുട്ടികൾക്കും ഇന്നത്തെ ഓൺലൈൻ സൺഡേ സ്കൂളിലേക്ക് സ്വാഗതം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ കർത്താവേ, നാഥ, ഞങ്ങൾക്കൊരിക്കൽ കൂടി ഓൺലൈനിലൂടെയുള്ള സൺഡേ സ്കൂൾ പഠനം സാധ്യമാക്കി നൽകിയിരിക്കുന്ന അവിടുത്തെ വൻ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഇന്നത്തെ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവത്തിൻ്റെ കൃപയിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ കർത്താവെ വെറുതെ കാണുന്നവരായിട്ടല്ല കർത്താവെ, വചനത്തിൻ്റെ പൊരുളുകൾ മനസ്സിലാക്കി അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ക്രിസ്തു യേശുവിൻ്റെ നല്ല പൈതങ്ങളായി ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ഓൺലൈനിലൂടെയുള്ള ഒരു സൺഡേ സ്കൂൾ പഠനം സാധ്യമാക്കി നൽകി അവിടുത്തെ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു. ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ധാരാളം മക്കളുണ്ട് കർത്താവെ, അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ലാസ് എടുക്കുന്ന അടിയനെയും ശക്തീകരിക്കണമേ. തെറ്റുകളും കുറ്റങ്ങളും ഒന്നും കൂടാതെ കർത്താവിൻ്റെ വചനത്തെ ശരിയായി ചിന്തിക്കാനുള്ള ജ്ഞാനത്തെ അടിയനും പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരംഭം മുതൽ അവസാനം വരെയും അവിടുത്തെ സാന്നിധ്യവും കൃപയും കൂടെ ഇരിക്കണമേ. സകലവും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ യേശുക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ പിതാവേ, ആമേൻ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത്? വെളിപാട് പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? വെളിപാട് പുസ്തകത്തിനെ കുറിച്ചൊരു സന്ദേശം, വെളിപാട് പുസ്തക സന്ദേശം എന്ന പാഠമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. വെളിപാട് പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി? നമ്മുടെ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ, ഏറ്റവും അവസാനത്തെ പുസ്തകമാണ് വെളിപാട് പുസ്തകം. പക്ഷെ എന്താണ് വെളിപാട്? ആരുടെ വെളിപാടാണ്? ദൈവത്തിൻ്റെ സ്വയം പ്രകാശനമാണ് വെളിപാടെന്ന് പറഞ്ഞല്ലേ? ദൈവം തന്നെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു. യേശു ക്രിസ്തു അതെന്ത് ചെയ്തു? ഒരു ദൂതനിലൂടെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാനെ ദൃശ്യമാക്കി കൊടുക്കുകയും ആ കണ്ട ദർശനങ്ങൾ യോഹന്നാൻ എഴുതി പുസ്തക രൂപത്തിലാക്കിയതാണ് വെളിപാട് പുസ്തകം അല്ലേ? ആർക്ക് വേണ്ടിയാണ് വെളിപാട് പുസ്തകം എഴുതിയത്? നമ്മൾ പഠിച്ച പ്രത്യേക ഒരു ഉദ്ദേശമുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി അല്ലേ? ക്രൈസ്തവ പീഡനം ഏറ്റുകൊണ്ടിരുന്ന അല്ലെ, വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവർക്ക് ആത്മധൈര്യം നൽകുവാൻ, യേശുക്രിസ്തുവിൽ അടിയറച്ച് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള ആത്മബലം നൽകുന്നതിന് വേണ്ടി ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ വെളിപാട് പുസ്തകം. പക്ഷെ അതെല്ലാം ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും വായിക്കുവാനുള്ളതാണ്, ഗ്രഹിക്കുവാനുള്ളത്. നമുക്കുള്ള യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ചാണ് ഇതിനെ പ്രതിപാദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവരും വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ദൈവത്തിൻ്റെ സ്വയം പ്രകാശനമാണ്. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വെളിപാടിൻ്റെ പ്രതീക ഭാഷയെക്കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചപ്പോഴേ പറഞ്ഞില്ലേ, വെളിപാടെന്ന് പറയുന്നത് അടയാളങ്ങളുടെ പുസ്തകം അല്ലെങ്കിൽ പ്രതീകങ്ങളുടെ പുസ്തകം. വെളിപാടിൽ നമ്മൾ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നത് പോലെ നമ്മുടെ ബൈബിളിലെ മറ്റു പുസ്തകങ്ങൾ, സുവിശേഷങ്ങളായാലും ലേഖനങ്ങളായാലും നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരുവിധം ഗ്രഹിക്കാൻ പറ്റും. പക്ഷേ വെളിപാട് പുസ്തകം അത്രത്തോളം നമുക്ക് എന്താണ് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം എന്താ? അത് പ്രതീകങ്ങളുടെ പലതും പല അടയാളങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്, പല ദർശനങ്ങളാണ്. പക്ഷെ അതിൻ്റെ പൊരുളുകൾ നമുക്ക് തിരിച്ചറിയുവാൻ ബുദ്ധിമുട്ടും. നമുക്ക് പെട്ടെന്ന് വായിച്ച് ഗ്രഹിക്കുവാനായിട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് പലരും എന്ത് ചെയ്യും? ഈ വെളിപാട് പുസ്തകം വായിക്കുന്നത് നമ്മൾ ഒഴിവാക്കാറുണ്ട് അല്ലേ? നമ്മുടെ ദൈനംദിനമുള്ള ബൈബിൾ വായനയിലൊക്കെ നിങ്ങൾ ഉൾപ്പെടുത്താറുണ്ടോ അല്ലേ? പലപ്പോഴും നമ്മൾ എന്താണ്, പക്ഷേ ഈ വെളിപാട് പുസ്തകം വായിക്കുന്നവനും അത് കേൾക്കുന്നതും വായിച്ചു കൊടുക്കുന്നവനുമെല്ലാം വളരെയധികം അനുഗ്രഹം ഉണ്ടാകുമെന്നാണ് ദൈവം വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ വെളിപാട് പുസ്തകത്തിലെ പ്രതീക ഭാഷയെക്കുറിച്ചാണ് ചില കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ വിശകലമായിട്ട് പഠിക്കുന്നില്ല. കുറച്ച് കാര്യങ്ങൾ, ചില ദർശനങ്ങൾ, അവിടെ കാണുന്ന ചില പ്രതീകങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആസിയയിലെ 7 സഭകൾക്ക് വേണ്ടി എഴുതിയതാണ് വെളിപാട് പുസ്തകം എന്ന് പറഞ്ഞു അല്ലേ? ദൈവം ക്രിസ്തുവിന് നൽകിയ വെളിപാട് ക്രിസ്തു ഒരു ദൂതൻ മുഖാന്തരം ആർക്ക് വെളിപ്പെടുത്തി? യോഹന്നാൻ അല്ലേ? വെളിപാട് പുസ്തകം എഴുതിയത് ആരാണ്? യോഹന്നാൻ അല്ലേ? എവിടെ വെച്ചാണ് എഴുതിയത്? പത്മോസ് ദ്വീപിൽ വെച്ച്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ പാഠഭാഗത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആദ്യം പ്രതീകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ ഒരു പ്രതീകം എന്ന് പറഞ്ഞാൽ?
നമ്മൾ പല പ്രതീകങ്ങളും പല അടയാളങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമുക്കറിയാമോ പല പ്രതീകങ്ങൾ, പല സിംബൽസ് ഓരോന്നിനെ സൂചിപ്പിക്കുന്നത്. ഇവിടെ പ്രതീകം എന്നാൽ ഒരു സന്ദേശം നൽകുന്നതിനുള്ള അടയാളം, അതിൻ്റെ പിന്നിൽ ഒരു സന്ദേശമുണ്ട് അല്ലേ? നമ്മൾ പല പ്രതീകങ്ങൾ കണ്ടു. നിങ്ങൾ പിന്നെ ട്രാൻസ്ഫോമർ കണ്ടിട്ടുണ്ടാവും അല്ലേ? അവിടെ ഒരു പ്രതീകം, ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിന്തിക്കുന്നത് അപകടമാണ് അല്ലേ? പിന്നെ എന്താണ്, നമ്മൾ റോഡിലേക്ക് നമ്മൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ പല പ്രതീകങ്ങൾ വെച്ചിട്ടുണ്ട്, പല അടയാളങ്ങളുണ്ട്. അതൊരു മുന്നറിയിപ്പാണ് ഓരോന്നിനെയും കുറിച്ച്, അല്ലെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള അല്ലെ പലതും. അപ്പോൾ ഈ പ്രതീകം എന്ന് പറയുന്നത് എന്താണ്? ഒരു സന്ദേശം നൽകുന്നതിനുള്ള അടയാളമാണ്. അപ്പോൾ ഇവിടെ വെളിപാട് പുസ്തകത്തിൽ മുഴുവനും പ്രതീകങ്ങളാണ്. അടയാളങ്ങളിലൂടെ ദൈവം തന്നെ വെളിപ്പെടുത്തുകയാണ്. യേശുക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച്. യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ ഒരുക്കമുള്ളവരാണ്. മരണത്തെ ജയിച്ച് പാതാള ഗോപുരങ്ങളെ തകർത്ത കർത്താവിൻ്റെ വീണ്ടും വരവിലൂടെ തിന്മയെ തകർത്തുകൊണ്ട് അല്ലേ നമ്മളെല്ലാം കർത്താവിനോടൊപ്പം ക്രിസ്തുവിനോടൊപ്പം ആയിരിക്കുവാൻ ദൈവം നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇവിടെ ഇതിനകത്ത് ഒന്നാമത് നമ്മൾ നോക്കുമ്പോൾ രണ്ട് മൃഗങ്ങളെ പറ്റി ഒരു വർണ്ണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. രണ്ട് മൃഗങ്ങളെ പറ്റിയുള്ള ഒരു ദർശനം കൊടുത്തിരിക്കുന്നു. ഇവിടെ മൃഗങ്ങൾ എന്നുള്ളതിൻ്റെ പ്രതീകം എന്ന് പറയുന്നത് റോമൻ ചക്രവർത്തിയാണ്. ഇവിടെ രണ്ട് മൃഗങ്ങൾ, കരയിൽ നിന്നുള്ളൊരു മൃഗവും വെള്ളത്തിൽ നിന്നുള്ളൊരു മൃഗത്തെ അവിടെ കാണുന്നു. അവിടെ മൃഗമായിട്ട് വർണ്ണിച്ചില്ല അല്ലെ? എന്തിൻ്റെ പ്രതീകമെന്ന് ചോദിച്ചാൽ റോമൻ ചക്രവർത്തിയുടെ പ്രതീകമാണ് മൃഗം എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ വീണ്ടും നോക്കുമ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ ഒരു സിംഹാസനത്തിൽ നമ്മളവിടെ കാണും. നമ്മൾ ബൈബിൾ വെളിപാട് പുസ്തകം വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഒരു സംഗ്രഹം, ചില പ്രതീകങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമാണ് നമ്മളിവിടെ പഠനം നടത്തുന്നത്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെ ഒരു സിംഹാസനത്തെക്കുറിച്ച് നമ്മളവിടെ വായിക്കുമ്പോൾ ഒരു സിംഹാസനം നമ്മൾ കാണുന്നുണ്ട്. ഒരു സിംഹാസനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ സിംഹാസനം? രാജാവ് ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ പീഠത്തെയാണ് നമ്മൾ സിംഹാസനം എന്ന് പറയുന്നത് അല്ലേ? അതൊരു അധികാരത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ ഒരു സിംഹാസനം, അതിൻ്റെ ചുറ്റിലും 24 സിംഹാസനങ്ങളുള്ള ഒരു ദർശനം യോഹന്നാന് കാണുവാൻ സാധിച്ചു. അപ്പോൾ ഇവിടെ സിംഹാസനം എന്ന് പറയുന്നത് അധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. 24 സിംഹാസനങ്ങൾ ഈ നടുവിലുള്ള സിംഹാസനത്തെ ചുറ്റി ഇരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 24 എന്ന് പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെയും യേശുവിൻ്റെ ശിഷ്യന്മാരായ 12 പേരെയും കൂടെ കോർത്താണ് 24 എന്നുള്ള സംഖ്യ അവിടെ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് 4 ജീവികളെ കുറിച്ച് ഉള്ള ഒരു ദർശനം കണ്ടു. 4 ജീവികൾ, അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സൃഷ്ടികളുടെ ഒരു പ്രതിനിധാനം, സൃഷ്ടികളെ പ്രദാനം ചെയ്യുന്ന 4 ജീവികളെ അവിടെ കാണിക്കുന്നു. ഒന്നാമത് സിംഹം. സിംഹം എന്ന് പറയുന്നത് ഒരു ശക്തിയുള്ള മൃഗമാണ് അല്ലെ? ഏറ്റവും ശക്തി കൂടിയ ഒരു മൃഗമാണ്. അപ്പോൾ അവിടെയും സിംഹത്തെ കാണിക്കുന്നത് അധികാരത്തെയാണ്. സിംഹം എന്നുള്ള മൃഗം അധികാരത്തെ കാണിക്കുന്നു. പിന്നെ കാളയെ കാണിക്കുന്നു. 4 ജീവികളാണ്. സിംഹം, കാള ശക്തിയെ പ്രതിനിധാനം ചെയ്യുന്നു. പിന്നെ കഴുകനെ കാണിക്കുന്നു. കഴുകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചലനം വളരെ സൂക്ഷ്മതയോടുകൂടി ചലിക്കുന്ന പക്ഷിയാണ്. തൻ്റെ ആ ദർശനം, സൂക്ഷ്മ ദർശനത്തിലൂടെ ലക്ഷ്യം കണ്ടെത്തുന്ന പക്ഷിയാണ് കഴുകൻ. അപ്പോൾ അവിടെ കഴുകൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ മനുഷ്യനെയാണ് അവിടെ ഒരു ജീവിയായിട്ട് കാണിക്കുന്നത്. ഏറ്റവും ജ്ഞാനമുള്ളവൻ, ജ്ഞാനം കൊടുത്തിരിക്കുന്നവൻ മനുഷ്യനാണ്, മനനം ചെയ്യുന്നവനാണ് അല്ലെ? ചിന്തയ്ക്കുള്ള കഴിവ് കൊടുത്തിരിക്കുന്ന മനുഷ്യനെ കുറിച്ചുകൂടെ 4 ജീവികളിലൂടെ പ്രതിദാനം ചെയ്യും. ഈ 4 എന്ന സംഖ്യ 4 സുവിശേഷങ്ങളായി ബന്ധപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു. 4 എന്ന സംഖ്യ നമ്മൾ നേരത്തെ പറഞ്ഞത് ഏതാണ്? 24 എന്ന സംഖ്യയെ പറഞ്ഞു. 12 ഇസ്രായേൽ ഗോത്രങ്ങളെക്കുറിച്ചും 12 യേശുവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ചും. ഇവിടെ 4 എന്ന സംഖ്യ 4 സുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അടുത്ത് നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു 7 മുദ്രയുള്ള പുസ്തകം നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു. കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ നമ്മുടെ വെളിപാട് പുസ്തകത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പാഠഭാഗത്ത് നമ്മൾ സംഗ്രഹിച്ചു. ഒരു 9 കാര്യമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? മുഖവുരയുള്ള ആദ്യത്തെ 1-ാമത്തെ അധ്യായം, പിന്നെ 7 സഭകൾക്കുള്ള ദൂത്, 7 മുദ്രകളുടെ ദർശനം, 7 കാഹളങ്ങളുടെ ദർശനം, 7 ദർശനങ്ങൾ, 7 ക്രോധകലശങ്ങളുടെ ദർശനം, അന്തിക്രിസ്തുവിന്മേലുള്ള ജയം, സാത്താന്റെ മേലുള്ള ജയത്തിൻ്റെ ദർശനം, പിന്നെ സമാപന അധ്യായം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വെളിപാട് പുസ്തകത്തിനെ പഠന സൗകര്യാർത്ഥം തിരിച്ചിരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന 7 മുദ്രകളെ കുറിച്ചുള്ള ദർശനം ആണ്.
യോഹന്നാൻ കണ്ടാൽ 7 മുദ്രകൾ. അപ്പോൾ 7 മുദ്രകൾ എന്ന് പറഞ്ഞാൽ അവിടെ കൊടുത്തിരിക്കുന്ന 7 മുദ്രകളുള്ള ഒരു പുസ്തകം ദൈവത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. 7 മുദ്രകൾ കൊത്തപ്പെട്ട അല്ലെ മുദ്ര ചെയ്യപ്പെട്ട ഒരു പുസ്തകം ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകത്തിൽ എന്താണ്? യേശുവിൻ്റെ സ്വർഗാരോഹണം മുതൽ യേശുവിൻ്റെ വീണ്ടും 2ാം വരവ് വരെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത്. യേശുവിൻ്റെ സ്വർഗാരോഹണം മുതൽ 2ാം വരവ് വരെയുള്ള ചരിത്രം രേഖപ്പെടുത്തിയാണ് 7 മുദ്രകളുള്ള ഒരു പുസ്തകം. അപ്പം ഈ പുസ്തകം വായിക്കുന്നതും അധികാരം, ഈ പുസ്തകം തുറക്കുന്നതിനുള്ള അധികാരം ആർക്കാവുള്ളത്? മനുഷ്യപുത്രൻ അറുക്കപ്പെട്ട കുഞ്ഞാടിനാണ്. 7 മുദ്രകളുള്ള പുസ്തകം തുറക്കാനുള്ള അധികാരം അറുക്കപ്പെട്ട കുഞ്ഞാട്. ആരാ അറുക്കപ്പെട്ട കുഞ്ഞാട്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അല്ലേ. അപ്പൊ അതിലൂടെ മനസ്സിലാവുന്നത് ദൈവത്തിന്റെ രഹസ്യങ്ങളെയും പ്രവൃത്തി മാർഗങ്ങളെയും വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിനെ സാധിക്കുകയുള്ളൂ. ദൈവത്തിന്റെ വെളിപ്പെടുത്തലുകളും രഹസ്യ മാർഗങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തുവാൻ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നാണ്. ഇവിടെ 7 മുദ്രകളെ കുറിച്ച് പറഞ്ഞു. ആ മുദ്രകളുടെ എന്തിനാണ് ആ മുദ്രകൾ പ്രതിദാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ പ്രതീകങ്ങൾ എന്താണ് നമുക്ക് നോക്കാം. 1ാമത്തെ മുദ്ര ഒരു വെള്ള കുതിരയാണ്. 1ാമത്തെ മുദ്ര വെള്ള കുതിര, അത് വിജയത്തെ പ്രതിദാനം ചെയ്യുന്നു. 2ാം മുദ്ര ചുവന്ന കുതിരയാണ്, അത് യുദ്ധത്തെ സൂചിപ്പിക്കുന്നു. 3ാം മുദ്ര കറുത്ത കുതിര, അത് ക്ഷാമത്തെ സൂചിപ്പിക്കുന്നു. 4ാം മുദ്ര മഞ്ഞ കുതിര, മരണത്തെ സൂചിപ്പിക്കുന്നു. 5ാം മുദ്ര അറുക്കപ്പെട്ട ആത്മാക്കൾ, അതായത് രക്തസാക്ഷിത്വം വഹിച്ചവരെ സൂചിപ്പിക്കുന്ന. 6ാം മുദ്ര ഭൂകമ്പമാണ്, തിന്മയിൽ നിന്നുള്ള ഇളക്കം, തിന്മയുടെ അടിത്തറ തന്നെ തകർക്കുന്നതാണ് ഭൂകമ്പം. 7ാമത്തെ മുദ്ര സ്വർഗത്തിലെ മൗനം, അതായത് വരാൻ പോകുന്നുള്ള ശിക്ഷയ്ക്കുള്ള ഒരുക്കമാണ് 7ാമത്തെ മുദ്ര എന്ന് പറയുന്നത്. സ്വർഗത്തിലെ മൗനം, വരാൻ പോകുന്ന ശിക്ഷയ്ക്കുള്ള ഒരുക്കം. ഇങ്ങനെ 7 മുദ്രകൾ ചെയ്യപ്പെട്ട ഒരു പുസ്തക ചുരുൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നതായിട്ട്, ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന ആളിൻ്റെ കയ്യിൽ 7 മുദ്രകൾ ചെയ്യപ്പെട്ട പുസ്തക ചുരുളുള്ളതായിട്ട് കാണപ്പെടുന്നു. ആ 7 മുദ്രകളും എന്തിനെ സൂചിപ്പിക്കുന്നു നമ്മൾ പറഞ്ഞു, നമ്മുടെ സിലബസിനകത്ത് അത് സ്പഷ്ടമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ നോക്കുമ്പോൾ അവിടെ 7 കാഹളങ്ങളുടെ ദർശനത്തെ കുറിച്ച് കാണിക്കുന്നു. 7 കാഹളങ്ങളെ കുറിച്ചുള്ള ദർശനം. കാഹളം എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അന്ത്യകാലത്തുള്ള ന്യായവിധിയുടെ അടയാളമായിട്ടാണ് കാഹളത്തെ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം കർത്താവ് വരുന്ന കാഹളത്തോടും ഗംഭീരനാദത്തോടു കൂടെ അല്ലേ മേഘാരൂഢനായി കർത്താവ് വാനമേഘങ്ങളിൽ എഴുന്നള്ളുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പൊ ഇവിടെ ആ അന്ത്യകാലത്തുള്ള ന്യായവിധിയുടെ അടയാളമായിട്ടാണ് കാഹളത്തെ സൂചിപ്പിക്കുന്നത്. 7 കാഹളങ്ങളുണ്ടെന്നാണ് 7 കാഹളത്തെ സൂചിപ്പിക്കുന്നു. അതായത് ദുഷ്ടശക്തികളെ നേരിടുകയും വഹിക്കുകയും ജയിച്ചടക്കുകയും ചെയ്യുവാൻ ദൈവം വരുന്നതിൻ്റെ വിളംബരം ചെയ്യുന്നതാണ് കാഹളങ്ങളുടെ ദർശനം. അതായത് ദുഷ്ടശക്തികളെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി അവരെ തകർത്തുകൊണ്ട് ജയിക്കുവാൻ ദൈവം വരുന്നതിന് വിളംബരം ചെയ്യുന്ന അതാണ് ശബ്ദമാണ് കാഹളം. അങ്ങനെ 7 കാഹളങ്ങളുടെ ദർശനത്തെക്കുറിച്ച് ഇവിടെ ഈ വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അവിടെ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും 7 കാഹളങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ 5ാമത്തെ ഒരു ദർശനം 7 ക്രോധ കലശങ്ങളെ കുറിച്ച് പറയുന്നു. 7 ക്രോധ കലശങ്ങൾ, അതായത് സ്വർഗത്തിലെ സാക്ഷ്യ കൂടാരമായ ദേവാലയത്തിൽ നിന്നും 7 ബാധയുള്ള 7 ദൂതന്മാർ ദൈവത്തിന്റെ ക്രോധം നിറഞ്ഞ 7 പൊൻകലശങ്ങളുമായി ഭൂമിയിലേക്ക് വരുന്നതായിട്ടുള്ള ദർശനമാണ്. അപ്പൊ അവിടെ ദൈവകോപത്തിന്റെ പൂർണ്ണത സൃഷ്ടിയിൽ പകരുകയാണ് അതിൻ്റെ നിയോഗം. ആ ക്രോധ കലശത്തിന്റെ നിയോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവകോപത്തിന്റെ പൂർണ്ണത സൃഷ്ടിമേൽ പകരുകയാണ്. ദൈവക്രോധത്തിന്റെ ബാധകൾ കണ്ടിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തി അനുദപിക്കുന്നതിന് പകരം മനുഷ്യൻ എന്ത് ചെയ്യുന്നു? ബാധകൾക്കും അധികാരം നൽകിയ ദൈവത്തെയും ദുഷിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യർ ചെയ്യുന്നത് ഈ ബാധകൾക്കും ദൈവത്തിന് നമ്മളെ ഈ അധികാരങ്ങളെല്ലാം നൽകിയ ദൈവത്തെ ദുഷിക്കുകയാണ് മനുഷ്യരിവിടെ ചെയ്യുന്നത്. അപ്പോൾ സ്വയം നമ്മുടെ തിന്മയ്ക്ക് പകരം നമ്മൾ സ്വയം പശ്ചാത്തപിക്കുക, അല്ലെങ്കിൽ നമ്മുടെ പഴി നമ്മൾ സ്വയം ഏൽക്കേണ്ടതിന് പകരം കുറ്റങ്ങൾ ദൈവത്തിൽ ആരോപിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. സ്വയം പഴിക്കേണ്ടതിന് പകരം ദൈവത്തെ പഴിക്കുകയും ശപിക്കുകയും ചെയ്തുകൊണ്ട്
ഇത്തരം അത്യാഹിതങ്ങളോട് മനുഷ്യവർഗം പ്രതികരിക്കുന്നത് ഖേദകരമാണെന്നാണ് പറയുന്നത് ദൈവത്തോട്. അപ്പോൾ ഇത് 7 ക്രോധ കലശങ്ങളെ കുറിച്ചുള്ള ദർശനമാണ്. കൂടുതലായിട്ട് നമുക്ക് അതിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് മനസ്സിലാക്കാനായിട്ട് പ്രയാസമായിരിക്കും. 7 ക്രോധ കലശങ്ങൾ. അടുത്ത് നമ്മൾ പറഞ്ഞ അന്തിക്രിസ്തുവിന്മേലുള്ള കുഞ്ഞാടിൻ്റെ ജയം. അന്തിക്രിസ്തുവിന്മേലുള്ള കുഞ്ഞാടിൻ്റെ അന്തിമ ജയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇവിടെ റോമ സാമ്രാജ്യത്തെ എന്താണ്, മഹദിയാം റോമ സാമ്രാജ്യത്തെ മ്ലേച്ഛതകളുടെയും വേശ്യകളുടെയും മാതാവെന്ന് റോമ സാമ്രാജ്യത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നു. മൃഗത്തോടൊപ്പം അധികാരം ലഭിക്കുന്ന 10 രാജാക്കന്മാരെ കുറിച്ച് പറയുന്നു. ഇവിടെ ഓരോരോ ദർശനങ്ങളാണ്. നമ്മുടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരുന്ന ഓരോ ദുഷ്പ്രവർത്തികളെയും കുറിച്ചുള്ള ദർശനങ്ങൾ കർത്താവ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 7ാം ദർശനം നമ്മുടെ പുതിയ ഒരു ലോകത്തെക്കുറിച്ച്. ഈ കഷ്ടതകളുടെ നടുവിലും നമുക്കറിയാം ആസിയയിലെ 7 സഭകളിലെ ധാരാളം ഉപദ്രവങ്ങൾ, പീഡനങ്ങൾ ഏൽക്കപ്പെട്ട സഭ. പക്ഷെ അവിടെ നിന്നും ധാരാളം പേർ രക്ഷിക്കപ്പെടുകയുണ്ടായി. 144,000 പേര് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അവർ വീണ്ടും എന്താണ്, ഈ പീഡനങ്ങളുടെ മധ്യയും അവരുടെ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ അവരെ വീണ്ടെടുക്കുന്നതായിട്ടൊരു കണക്കും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. 7ാമതായി ഒരു ദർശനം കണ്ട പുതിയ ലോകത്തെക്കുറിച്ചാണ്. രക്തത്തിൽ മുക്കിയ അങ്കി ധരിച്ച് ജയത്തിൻ്റെ വെള്ള കുതിരമേൽ വന്ന് മരണത്തിൻ്റെ മൃഗീയ ശക്തികളോട് പോരാടി അവയെ പരാജയപ്പെടുത്തിയ ഒരു സൈന്യാധിപൻ തൻ്റെ രക്തം കൊടുക്കുകയും മരണശിക്ഷയ്ക്ക് കടന്നു പോവുകയും ചെയ്ത കർത്താവിനെ അവിടെ കാണിക്കുകയാണ്. പുതിയ ലോകം ആരുടെ ലോകമാണ്? കർത്താവിൻ്റെ ലോകം. തിന്മയുടെ പരാജയമല്ല, നന്മയെ പുനഃസ്ഥാപിക്കുകയാണ്. തിന്മയ്ക്ക് കീഴടങ്ങുകയല്ല, തിന്മയെ തകർത്തുകൊണ്ട് നന്മയെ പുനഃസ്ഥാപിക്കുന്ന ഒരു പൊതു ഭരണമാണ് നമുക്കവിടെ കാണുവാനാകുന്നത്. ഒരു പുതിയ യെരുശലേം, തിന്മയും അഴിമതി എന്നൊന്നുമില്ലാത്ത ഒരു പുതിയ യെരുശലേം ദൈവം അവിടെ ദർശനത്തിലൂടെ കാണിക്കുകയാണ്. പുതിയ യെരുശലേം എന്ന് പറയുന്നത് പ്രത്യാശയുടെ ചിഹ്നമാണ്. എന്താ പ്രത്യാശ എന്ന് പറയുന്നത്? പുത്തൻ ആശ നമുക്ക് നൽകുന്നതാണ്, അല്ലെ? നിരാശയിൽ നിന്നുള്ള ഒരു ഉണർവ്, പ്രത്യാശ നൽകുകയാണ്. പുതിയ യെരുശലേം ഒരു പ്രത്യാശയുടെ ചിഹ്നമാണ്. ബന്ധനസ്ഥർക്കും ഭക്തഹൃദയർക്കും മോചനം പ്രാപിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് ഇവിടെ പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ പ്രതീകങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ചില ജീവികളെ കുറിച്ചും അതെന്തിനെ സൂചിപ്പിക്കും, 7 മുദ്രകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അല്ലേ? അതുപോലെ പല പ്രതീകങ്ങളും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ന്യായവിധിയെക്കുറിച്ച് പറയുന്നത് കൊയ്ത്തിനോടാണ് ഉപമിക്കുന്നത്. കൊയ്ത്ത് കാലത്ത് വന്ന് നമ്മൾ നല്ലത് ശേഖരിക്കുകയും വേണ്ടാത്തതിനെ കളയുകയും ചെയ്തതുപോലെ ന്യായവിധി നാളിൽ ക്രിസ്തു വന്ന് എന്ത് ചെയ്യുന്നു? നമ്മളെ നീതിയോടെ ന്യായപാലനം ചെയ്യുന്നതായിട്ട് കൊയ്ത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള പ്രതീക ഭാഷകളാണ്, വളരെ ചുരുക്കിയാണ് നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നമുക്കിതിനകത്തുള്ള എക്സർസൈസ് നോക്കാം. വെളിപാടിൻ്റെ പ്രതീക ഭാഷ പാഠഭാഗം. 2 മൃഗങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്ന അധ്യായം, 2 മൃഗങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത് 13ാം അധ്യായത്തിലാണ്. ക്രിസ്തുവിന് ആരിൽ നിന്ന് ലഭിച്ച വെളിപാടാണ് ദൂതൻ വഴി യോഹന്നാൻ നൽകിയത്? ആരിൽ നിന്ന് ലഭിച്ചതാണ്? ദൈവത്തിൽ നിന്ന്. വെളിപാട് എവിടെയുള്ള 7 സഭകൾക്കാണ് നൽകിയത്? ആസിയയിൽ. 144,000 പേർ എന്തിനെ പ്രതിനിധീകരിക്കുന്നു? രക്ഷിക്കപ്പെടുന്ന വലിയ കൂട്ടം ജനം. മഹദിയാം ബാബിലോൺ മ്ലേച്ഛതകളുടെയും വേശ്യകളുടെയും മാതാവ് എന്ന് ആരെക്കുറിച്ചാണ് പറയുന്നത്? റോമിനെ കുറിച്ച്, റോമ രാജ്യത്തെക്കുറിച്ചാണ്. റോം പൂരിപ്പിക്കാനാണ്. എന്നാൽ ഒരു സന്ദേശം നൽകുന്നതിനുള്ള അടയാളമെന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു സന്ദേശം നൽകുന്നതിനുള്ള അടയാളം പ്രതീകം. അന്ത്യകാലത്തുള്ള ന്യായവിധിയുടെ അടയാളമായിട്ട് എന്തിനെയാണ് വേദപുസ്തകത്തിൽ ചിത്രീകരിക്കുന്നത്? അന്ത്യകാലത്തുള്ള ന്യായവിധിയുടെ അടയാളം കാഹളം. ആർക്ക് മാത്രമേ പുസ്തക ചുരുൾ വാങ്ങാനോ മുദ്രകളെ പൊട്ടിക്കുന്നതിനോ പ്രാപ്തിയുള്ളൂ? ആർക്കാണ്? അറുക്കപ്പെട്ട കുഞ്ഞാട്. അറുക്കപ്പെട്ട കുഞ്ഞാട്. പുതിയ യെരുശലേം എന്തിൻ്റെ ചിഹ്നമാണ്? പ്രത്യാശയുടെ ചിഹ്നമാണ് പുതിയ യെരുശലേം. പുതിയ യെരുശലേം എന്തിൻ്റെ ചിഹ്നമാണ്? പ്രത്യാശയുടെ ചിഹ്നമാണ്. ഉത്തരം എഴുതുന്നത് സമുദ്രം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത്? തിന്മയെ സൂചിപ്പിക്കുന്നു. മൃഗമായി അവതരിപ്പിക്കുന്നത് എന്തിനെയാണ്? റോമൻ ചക്രവർത്തിയാണ്. പിന്നെ 1-2 ചോദ്യങ്ങൾ, 4-5 അധ്യായങ്ങളുടെ ഉള്ളടക്കം എന്താണ്? നിങ്ങൾക്ക് സിലബസ് വായിച്ച് എഴുതാവുന്നതാണ്. റോമിനെ എന്തായിട്ട് സൂചിപ്പിക്കുന്നു ഇക്കാര്യം. ഇതിനകത്തുള്ള മനപ്പാഠ വാക്യം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം 21-ന്റെ 6-ാമത്തെ
വാക്യമാണ്. 21-ാം അധ്യായത്തിലെ 6-ാമത്തെ വാക്യമാണ് മനപ്പാഠ വാക്യം. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവും ആകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ഇതാണ് മനപ്പാഠ വാക്യം. വെളിപ്പാട് പുസ്തകം 21:6. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്തത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ദാഹിക്കുന്നവനെ ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. വെളിപ്പാട് പുസ്തകം 21:6 നിങ്ങൾ വായിക്കുക. വെളിപ്പാട് പുസ്തകം വായിക്കുവാനുള്ളൊരു മനസ്സ് നിങ്ങൾ ഉണ്ടാക്കുക. ഓരോ ദിവസം ഓരോ അധ്യായങ്ങൾ വെച്ചെങ്കിൽ നിങ്ങൾ വായിക്കുക. വായിച്ച് അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്നാണ് വചനം തന്നെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഈ ദർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വീണ്ടും വരവുന്ന ക്രിസ്തുവിന് വേണ്ടി നമ്മൾ ഒരുക്കമുള്ളവരായി ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ നീതിമാന്മാരായി മാറ്റപ്പെടുന്ന നല്ല പൈതങ്ങളായി വളർന്നു വരുവാൻ നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.